തൃശൂരിലെ സാർവദേശീയ സാഹിത്യോത്സവത്തിൽ നിന്ന് ഡിവൈഎഫ്ഐ നേതാവ് ഡോക്ടർ ഷിജു ഖാൻ പങ്കെടുക്കുന്നതിൽ പ്രതിഷേധം. ഇതേ തുടർന്ന് സാഹിത്യോത്സവത്തിലെ ഒരു സെഷൻ തന്നെ കേരള സാഹിത്യ അക്കാദമി റദ്ദാക്കി. ശിശുക്ഷേമ സമിതിയുടെ ചുമതലയിലിരിക്കെ അനുപമ വിഷയത്തിൽ സ്വീകരിച്ച വിവാദ നിലപാടുകളിലാണ് പ്രതിഷേധം. പാനലിസ്റ്റായി ഉണ്ടായിരുന്ന അഡ്വക്കേറ്റ് കുക്കു ദേവകി ഷിജു ഖാൻ ഉള്ളതിനാൽ നേരത്തെ പിന്മാറിയിരുന്നു. പിന്നാലെ ഷിജു ഖാൻ പങ്കെടുത്താൽ വിട്ടുനിൽക്കുമെന്ന് സാംസ്കാരിക പ്രവർത്തകരും അക്കാദമി നേതൃത്വത്തെ അറിയിച്ചു. ഷിജു ഖാൻ പങ്കെടുക്കുന്നതിൽ പലതരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നുവെന്നും അതേ തുടർന്നാണ് സെക്ഷൻ ഒഴിവാക്കിയതെന്നും സാഹിത്യ അക്കാദമി ചെയർമാൻ സച്ചിദാനന്ദൻ. അനുപമ വിഷയത്തിൽ ഷിജു ഖാന് ഒരു ഭൂതകാലം ഉള്ളതായി തനിക്കറിവില്ലായിരുന്നു. അനുപമ ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിരുന്നുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. എനിക്കിതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഞാൻ ഡൽഹിയിലൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് അറിയണത്. അപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട്, അത് വരാതിരിക്കുകയല്ലേ നല്ലതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങളിപ്പോഴും ഏതായാലും പിന്നീടുള്ള ഞങ്ങളുടെ കൂടി മിക്കവാറും ആ സെഷൻ ഇല്ലാതിരിക്കുകയായിരിക്കും നല്ലത്. അങ്ങനെ വേറെ 2 സെഷൻസ് അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ട്. അപ്പോൾ ആ സെഷൻസ് കമ്പൈൻ ചെയ്യാറുണ്ട്. അനുപമ എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു ഭീഷണിയുണ്ട്, അവർ വന്നിട്ട് വീഡിയോ എടുക്കുക എന്തൊക്കെ പറഞ്ഞു. അപ്പോൾ അത് ഒഴിവാക്കാണ് അല്ലോ നല്ലത് എന്നുള്ളത് അറിയിച്ചു, അല്ലാത്തൊരു ക്യാൻസൽ ചെയ്തു എന്നുള്ള മട്ടിലെ ഷിജുവിനെ അറിയിച്ചു. നട്രാജ് പരശുരാം വിശദാംശങ്ങൾ നൽകും. നട്രാജ്, എന്താണ് സാഹിത്യോത്സവത്തിൽ സംഭവിച്ചത്? ഷിജു ഖാൻ അവിടെ വന്നിരുന്നോ പരിപാടിക്ക്? സൈഫു, സാഹിത്യോത്സവം 2 ദിവസമായി തൃശ്ശൂരിൽ നടന്നു വരികയാണ്. നാളെയാണ് കുട്ടികളും പൗരരും എന്ന വിഷയത്തിൽ ഷിജു ഖാൻ പങ്കെടുക്കേണ്ട സെഷൻ നടക്കേണ്ടിയിരുന്നത്. ഈ സെഷനാണ് സാഹിത്യ അക്കാദമിയും സംഘാടക സമിതിയും ചേർന്ന് റദ്ദ് ചെയ്തിരിക്കുന്നത്. ഷിജു ഖാൻ കുട്ടികളുമായി ബന്ധപ്പെട്ട ഈ ഒരു സെഷനിൽ പങ്കെടുക്കുന്നതിനെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം വന്നിരുന്നു. നേരത്തെ അനുപമ ദത്ത് വിവാദമൊക്കെ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടായപ്പോൾ അക്കാലത്ത് അമ്മയ്ക്കും കുഞ്ഞിനും അനുകൂലമായ നിലപാടല്ല അന്ന് CWC ചെയർമാനായിരുന്ന ഷിജു ഖാൻ സ്വീകരിച്ച് എന്ന തരത്തിൽ അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ നാളെ നടക്കേണ്ട കുട്ടികളും പൗരരും എന്ന ചർച്ചയിലെ സഹ പാനലിസ്റ്റായ അഡ്വക്കേറ്റ് കുക്കു ദേവകി ഇതിൽ നിന്നും ഷിജു ഖാൻ ഉണ്ടെങ്കിൽ പിന്മാറുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യത്തിൽ അനുപമയും ഇത്തരത്തിലൊരു പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഒരു സെഷനുമായി മുന്നോട്ട് പോകുന്നത് ഉചിതമാകില്ല എന്ന് അക്കാദമിക്ക് തോന്നുകയും സംഘാടക സമിതി ഈ സെഷൻ റദ്ദാക്കുകയും ചെയ്തത്. അത് സംബന്ധിച്ചുള്ള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദന്റെ പ്രതികരണമാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. ഇത്തരമൊരു പ്രശ്നമുള്ള സാഹചര്യത്തിൽ സെഷനുമായി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു. നേരത്തെ സെഷനിൽ വരുന്നതിൽ നിന്നും ഷിജു ഖാനെ പിന്തിരിപ്പിക്കാൻ സാഹിത്യ അക്കാദമിയും അതുപോലെ തന്നെ പാർട്ടി തലത്തിലൊക്കെ തന്നെ ശ്രമിച്ചിരുന്നെങ്കിലും അദ്ദേഹം വഴങ്ങിയിരുന്നില്ല എന്നാണ് വിവരം. അദ്ദേഹം ഇത്തരമൊരു പ്രശ്നത്തിൽ താൻ തെറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് സെഷനിൽ പങ്കെടുക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും ചർച്ചകളിലേക്കും ഇത് വഴിവെക്കുമെന്നതിനാലാണ് സെഷൻ റദ്ദാക്കാൻ തീരുമാനിച്ചത്. ശരി നട്രാജ്.